നമസ്കാരം. മലയാളികൾക്ക് ഏറെ സുപരിചിതരായ യുവതാരദമ്പതികളാണ് ജീവ ജോസഫും അപർണ തോമസും. സരിഗമപ എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ജീവ ജോസഫിന്റെ കരിയർ മാറി മറിഞ്ഞത്. സൂര്യ മ്യൂസിക്കിൽ നിന്നുമായിരുന്നു താരം സി കേരളത്തിലെത്തിയത്. റിയാലിറ്റി ഷോ അവതരിപ്പിച്ച് പരിചയമില്ലെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നുവെന്നും നിങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ താൻ ചെയ്യാമെന്നുമായിരുന്നു ജീവൻ പറഞ്ഞത്. അന്താളിപ്പോടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഷോയുടെ എല്ലാമായി മാറുകയായിരുന്നു താരം. അന്തസ്സായി തള്ളുന്നയാളാണ് ജീവയെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. പ്രേക്ഷകരെ വെറുപ്പിക്കാത്ത തരത്തിലുള്ള അവതരണമാണ് ജീവയുടേത്. ജസ്റ്റ് മാരിഡ് തിങ്സ് വെബ് സീരീസിൽ അഭിനയിച്ചപ്പോൾ ജീവയിലെ അഭിനേതാവ് പ്രേക്ഷകർക്ക് സുപരിചിതനായി. ജീവയെ അറിയുന്നവർക്കെല്ലാം അപർണ തോമസിനെയും അറിയാം. സൂര്യ മ്യൂസിക്കിലെ ഷോയിൽ കോ ആങ്കറായി വന്ന ജീവ താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തും ജീവ തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ജീവ ജോസഫും അപർണ തോമസും ഏറെ ആരാധകരുള്ള താരജോഡികളാണിന്ന്. അവതാരകനായി എത്തി മോഡൽ, ബ്ലോഗർ, നടൻ തുടങ്ങിയ നിലകളിൽ സജീവമാണ് ഇന്ന് ജീവ ജോസഫ്. അപർണയുടെ കരിയറും ചെറിയ TV പ്രോഗ്രാമുകളിലൂടെയാണ് ആരംഭിച്ചത്. ഇന്ന് 10 ലക്ഷത്തിന് അടുത്ത് ഫോളോവേഴ്സുള്ള ബ്യൂട്ടി ഫാഷൻ ബ്ലോഗറും മോഡലുമാണ് അപർണ. കുറച്ചുകാലം ക്യാബിൻ ക്രൂവായും അപർണ ജോലി ചെയ്തിട്ടുണ്ട്. ശേഷമാണ് ആ ജോലി ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഇരുവരുടെയും യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും ഒരുമിച്ച് വാങ്ങിയ ഏറ്റവും പുതിയ ഡ്യൂപ്ലക്സ് ഫ്ളാറ്റിന്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കിടുന്നത്. ഫ്ളാറ്റിന്റെ ഇന്റീരിയർ എല്ലാം അതിമനോഹരമായാണ് ഇരുവരും ചെയ്തിരിക്കുന്നത്. ലക്ഷറി ഫീൽ നൽകുന്നതാണ് ഓരോ മുക്കും മൂലയും. ഫ്ളാറ്റിന്റെ ഇന്റീരിയർ ചെയ്ത ടീമിന്റെ പ്രതിനിധിയും ഇരുവർക്കുമൊപ്പം വീഡിയോയിൽ ഉടനീളമുണ്ടായിരുന്നു. 3 ലക്ഷത്തിൽ അടുത്ത് വ്യൂസും 2 ദിവസം കൊണ്ട് വീഡിയോ നേടി. അതേസമയം ഇരുവരുടെയും പുതിയ വീഡിയോ ആരാധകർക്കിടയിൽ ചർച്ചയുമായി. ജീവിക്കും അപർണയ്ക്കും ഇടയിൽ പഴയൊരു കെമിസ്ട്രി കാണുന്നില്ലെന്നും എന്തൊക്കെയോ എവിടേക്കോ മിസ്സിംഗ് ആയി തോന്നുമെന്നുമാണ് കമന്റുകൾ. റെഡിറ്റ് യൂസേഴ്സിന് ഇടയിലും ഇരുവരുടെയും ഹോം ടൂർ വീഡിയോ ചർച്ചയായി മാറി. ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയമാണ് ആരാധകർക്ക്. അങ്ങനെ ഒരു തോന്നൽ വരാനുള്ള കാരണവും ആരാധകർ കമന്റിൽ കുറിച്ചിട്ടുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാറില്ലെന്നും രണ്ടുപേരും സോളോ ട്രിപ്പുകളാണ് ഏറെയും നടത്താറുള്ളതെന്നും അകൽച്ചയുള്ളതായി തോന്നുന്നുവെന്നും ചിലർ കുറിച്ചു. ഇവർക്കിടയിൽ എന്തോ ഒന്ന് ശരിയായില്ലെന്നൊരു ഫീലിംഗ്. ഹോം ടൂർ വീഡിയോ പോലും ഇന്റീരിയർ ചെയ്ത ടീമിന്റെ നിർബന്ധം മൂലം ഒരുമിച്ച് ചെയ്തതാണെന്ന് തോന്നുന്നു. മുമ്പ് ഉണ്ടായിരുന്ന ആ വൈബ് ഇപ്പോൾ ജീവയ്ക്കും അപർണയ്ക്കും ഇടയിലില്ല. തമ്മിലൊരു ഇന്ററാക്ഷൻ പോലുമില്ല. അവർ ഇന്റീരിയർ ഡിസൈനറോടാണ് മാത്രമാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ഈ വീഡിയോ ഏകദേശം 3 മാസം മുമ്പ് ചിത്രീകരിച്ചതാണ്. പരസ്പരം മുഖം കൊടുക്കുന്നില്ല ഇരുവരും. ജീവയ്ക്ക് കാര്യങ്ങൾ കൂളായി കൈകാര്യം ചെയ്യാനും മറച്ചു പിടിക്കാനും അറിയാം. പക്ഷേ കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ലെന്നത് അപർണയുടെ മുഖത്ത് വ്യക്തമാണ്. ഇവരെ പോലെ ആകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഇവരുടെ അകൽച്ച കാണുമ്പോൾ വിഷമം തോന്നുന്നു. പ്രണയദിനത്തിൽ പോലും ഒരുമിച്ചുള്ള ഒരു പോസ്റ്റ് കണ്ടില്ല. മാത്രമല്ല ഒരുമിച്ചുള്ള യാത്രകളില്ല. ഏറെയും സോളോ ട്രിപ്പുകളാണ് നടത്തുന്നത് എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ. ദാമ്പത്യത്തിന്റെ 11ാം വർഷത്തിലാണ് ഇരുവരും. 1 വർഷത്തെ പ്രണയത്തിനു ശേഷം 2015 ഓഗസ്റ്റിലാണ് ഇരുവരും വിവാഹിതരായത്. ഇരുവരും ഒരു ചാനലിൽ ജോലി ചെയ്തിരുന്നപ്പോഴാണ് പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഇരുവരും ഒരുമിച്ച് സമ്പാദിച്ചതാണ്. സിനിമയോടായിരുന്നു ജീവയ്ക്ക് താല്പര്യം. മറ്റേതൊരു മേഖലയിൽ പോയാലും സിനിമയിൽ എത്തില്ലെന്നായിരുന്നു കരുതിയത്. സുഹൃത്തുക്കൾക്കൊപ്പം പോയപ്പോൾ സരിഗമപ ഓഡീഷനിൽ പങ്കെടുത്തു. അങ്ങനെയാണ് അവതാരകനായത്. സരിഗമപയിൽ വന്നതോടെയാണ് ജീവയുടെ കരിയർ മാറി മറിഞ്ഞത്. ചില സിനിമകളിൽ ഇതിനോടകം ജീവ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു. ജെയിംസ് ആൻഡ് ആലീസ് എന്ന സിനിമയിൽ അപർണയും അഭിനയിച്ചിട്ടുണ്ട്. അതേസമയം മിനിസ്ക്രീനിലെ മിന്നും താരമാണ് ജീവ ജോസഫ്. സൂര്യ മ്യൂസിക്കിൽ അവതാരകനായി തുടക്കം കുറിച്ച ജീവയെ ഏറെ പ്രശസ്തനാക്കിയത് സി കേരളത്തിലെ സരിഗമപ എന്ന റിയാലിറ്റി ഷോ തന്നെയായിരുന്നു. തമാശകളും കൗണ്ടറുകളും രസകരമായ അവതരണ ശൈലിയും ഒക്കെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജീവ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്നു. സോഷ്യൽ മീഡിയയിലും താരമാണ് ഈ ചെറുപ്പക്കാരൻ. അവതാരകയും മോഡലും നടിയുമായ അപർണ തോമസ് ആണ് ജീവയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പലപ്പോഴും താരം പറഞ്ഞിട്ടുണ്ട്. അപർണയും കുറച്ചുനാൾ സൂര്യ മ്യൂസിക് ഷോയിൽ അവതാരകയായി പ്രവർത്തിച്ചിരുന്നു. ആ പരിചയം പ്രണയമായി മാറുകയായിരുന്നു. ജീവയെ പോലെ അപർണയും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ്. പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ പങ്കിട്ടുകൊണ്ട് ഇരുവരും പങ്കുവച്ച ആ വീഡിയോ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഹെയർ ഹോസ്റ്റസ് ആയും അപർണ പ്രവർത്തിച്ചിട്ടുണ്ട്. ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അപർണയുടെ സിനിമ അരങ്ങേറ്റം. മിസ്റ്റർ ആൻഡ് മിസസ് എന്ന റിയാലിറ്റി ഷോയിലും ജീവയും അപർണയും അവതാരകരായി എത്തിയിരുന്നു. ഗോവിന്ദ് പത്മസൂരിയാണ് ഷോയുടെ വിധികർത്താവായി എത്തിയത്. സ്ഥിരമായി ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ ഒന്ന്, ഒരു കുഞ്ഞിനെ പറ്റി രണ്ടുപേരും ആലോചിക്കുന്നില്ലേ, അല്ലെങ്കിൽ അപർണ ഗർഭിണിയാണോ എന്നൊക്കെയായിരുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് തങ്ങളുടെ മറുപടി എന്താണെന്ന് അപർണയും ജീവയും നേരത്തെ പരസ്യപ്പെടുത്തിയിരുന്നു. അനാവശ്യ ചോദ്യങ്ങളല്ലേ ഇതെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവർ ഒരിക്കലും ഇത് ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരു ഫാമിലി ലൈഫ് പൂർത്തിയാവുന്നത് 2 പേർക്കും ഒരു കുട്ടി വരുമ്പോഴാണല്ലോ. ഞങ്ങൾ അങ്ങനെ മൂന്നാമത്തെ ഒരാളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരണം എന്നല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു വരുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ നോക്കാൻ ഞങ്ങൾക്ക് സമയമുണ്ടാവണം. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരുപാട് പ്ലാനുകളുള്ള ആൾക്കാരാണ്. കുഞ്ഞിന് വേണ്ടി ഞങ്ങൾക്ക് സമയം മാറ്റിവെക്കാൻ പറ്റണം. സമയം മാത്രമല്ല, ഒരു ഗുഡ് ലൈഫ്, നല്ല ഫെസിലിറ്റീസ് എന്നിവ ആ കുഞ്ഞിന് നൽകാൻ ഞങ്ങൾക്ക് കഴിയണം. കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾക്കിപ്പോൾ അത്തരം പ്ലാനുകളൊന്നുമില്ല.
ബേബി പ്ലാൻസ് ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. വേറെ ആരോടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. മറ്റുള്ളവരുടെ ലൈഫിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇറലവൻറ്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് അപർണയും ജീവയും പറഞ്ഞത്. അതേസമയം 25ാമത്തെ വയസ്സിലായിരുന്നു ജീവയുടെ വിവാഹം. അതേസമയം തന്നെ ഇരുവരുടെയും പ്രണയ വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ ജീവ സംസാരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഞാൻ ഏറ്റവും മോശമായി നിൽക്കുന്ന സമയത്താണ് അപർണ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവൾ ആകെ തകർന്നിരിക്കുന്ന സമയമായിരുന്നു അത്. പരസ്പരം എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ഒന്നിച്ചവരാണ് ഞങ്ങൾ. പ്രണയിക്കുന്നതും വിവാഹശേഷമുള്ള ജീവിതവും നല്ല വ്യത്യാസമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതനാകുന്നതിനോട് തനിക്ക് എതിർപ്പില്ലെന്ന് ജീവ പറയുന്നു. ഞാൻ 25 വയസ്സിൽ വിവാഹിതനായ വ്യക്തിയാണ്. നേരത്തെ വിവാഹം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. തീരുമാനം തെറ്റായിരുന്നു എന്ന് അപർണ എന്നെ ഇന്നേ വരെ തോന്നിപ്പിച്ചിട്ടില്ലെന്നും ജീവ പറഞ്ഞിരുന്നു. എന്നോട് ചോദിച്ചാൽ വിവാഹം ഒരു പ്രായത്തിലേ നടത്താവൂ എന്ന് ഞാൻ പറയില്ല. നമുക്ക് പറ്റിയ പങ്കാളിയാണെന്ന് തോന്നുകയാണെങ്കിൽ 22ലോ 23ലോ വിവാഹിതനാകാമെന്നും ജീവ പറയുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആരും വീട്ടിൽ പോയി പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കരുതെന്നും ജീവ പറഞ്ഞിരുന്നു. അപർണയെ ഞാൻ ചുട്ടുമണി എന്ന് വിളിക്കുന്നത് ബോറാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതെൻ്റെ ഇഷ്ടമാണെന്നും ജീവ പറഞ്ഞു. ഞങ്ങൾ പരസ്പരം അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലത് രണ്ടുപേരും സ്വീകരിക്കും, ചിലത് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ഭർത്താവാണെന്ന പേരിൽ അപർണ പേടിക്കുന്നില്ല. അവൾ ഭാര്യയാണെന്ന പേരിൽ അവളെ ഞാനും പേടിക്കാറില്ല. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം പേടി വേണമെന്ന് തോന്നിയിട്ടില്ല. മാത്രമല്ല അപർണയുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താറുമില്ലെന്നും ജീവ ജോസഫ് പറഞ്ഞിരുന്നു. ജീവയുടെ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്.